എറണാകുളം വൈറ്റിലയിലെ യുവതിയുടെ മരണകാരണം തലക്കേറ്റ ക്ഷതമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകത്തിന് മുൻപും മൽപ്പിടുത്തം നടന്നതായും യുവതിയുടെ ശരീരത്തിൽ മുറിപ്പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രതിയായ പൊന്നുരുന്നി സ്വദേശി ഷാജിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തിയേക്കും. കൊല്ലപ്പെട്ടത് കോട്ടയം ചിങ്ങവന സ്വദേശിയായ സുധാ ബേബിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിയും യുവതിയും ഉൾപ്പെട്ട CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ ഏറെ നിർണായകമായത്. ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും ഇരുവർക്കുമിടയിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് വൈറ്റില മേൽപ്പാലത്തിന് താഴെ റെയിൽവേ ട്രാക്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അമൃത എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് മരട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും നടത്തിയ പരിശോധനയിൽ യുവതിയുടെ പേഴ്സും മൊബൈൽ ഫോണും കണ്ടെത്തി. കൊല്ലപ്പെട്ടത് കോട്ടയം ചിങ്ങവനം സ്വദേശി സുധാ ബേബിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്നും കൊലപാതകത്തിന് മുൻപ് മൽപ്പിടുത്തം നടന്നതായുമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സുധയുടെ ശരീരത്തിൽ മുറിപ്പാടുകളുണ്ടെന്നും രക്തം വാർന്നതും മരണകാരണമാണെന്നും റിപ്പോർട്ടിലുണ്ട്. സുധയുടെ ഫോണിൽ നിന്നും ബന്ധുക്കളെ വിളിച്ചപ്പോഴാണ് ഷാജി എന്ന ആൾക്കൊപ്പമാണ് പോയതെന്നറിഞ്ഞത്. പ്രതിയും യുവതിയും ഉൾപ്പെട്ട CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത്. കാക്കനാട് നിന്നാണ് പൊന്നുരുന്നി സ്വദേശിയും മുൻ ഹൈക്കോടതി ജീവനക്കാരനുമായ ഷാജിയെ പോലീസ് പിടികൂടിയത്. ഷാജിയും കൊല്ലപ്പെട്ട സുധയുടെ മാതാവും സഹപ്രവർത്തകരായിരുന്നു. ഷാജി സുധയുമായി ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു. സുധ വിവാഹമോചിതയാണ്. ഷാജിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട്. കഴിഞ്ഞ ദിവസം സുധ ഷാജിയോടൊപ്പം വീട്ടിൽ നിന്നും എറണാകുളത്തേക്ക് പോരുകയായിരുന്നു. യാത്രക്കിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് കാറിൽ നിന്നും ഇറങ്ങിയ ഇരുവരും റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോയി. അവിടെ വെച്ച് വീണ്ടും തർക്കമുണ്ടായി. ഇത് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ജീവനൊടുക്കിയതാണെന്ന് വരുത്തി തീർക്കാൻ ഷാജി മൃതദേഹം റെയിൽവേ പാലത്തിലേക്ക് എടുത്തിട്ടു. ഇരുവരും കാറിൽ നിന്നിറങ്ങി റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്തേക്ക് പോകുന്നതും പിന്നീട് ഷാജി ഒറ്റയ്ക്ക് തിരിച്ചു വരുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഷാജിയുടെ വസ്ത്രങ്ങളിലെ ചോരക്കറയും CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടാൻ നിർണായകമായത്. ന്യൂസ് മലയാളം, കൊച്ചി.